ഞങ്ങളപ്പോൾ ഒന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. വീട്ടിൽ ചുമ്മാണ്ടിരുന്നപ്പോൾ ഒരു ബിരിയാണി കഴിക്കാനാക്കിയോ. നോക്കിയപ്പോ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല, എന്നാ പോയി അങ്ങ് വാങ്ങിയേക്കാന്ന് വിചാരിച്ചു. അതെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ഞാൻ സജിൻ, ഞാൻ ഷാലു. വെൽക്കം ടു ദി കോസി കോർണേഴ്സ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. ഞങ്ങളുടെ ബിരിയാണിയുടെ അരിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ആവശ്യമുള്ള അരിയൊക്കെ തൂക്കി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വെജീസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ നോക്കി വാങ്ങി. പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഞാൻ അങ്ങനെ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പൊ ഒരു ഫിഷ് ബിരിയാണി വെക്കാന്നാണ് ഓർക്കുന്നത്. അപ്പൊ ഞങ്ങൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഫിഷ് ഒക്കെ ഓർഡർ ചെയ്താ പോയെ. ഞങ്ങൾ ഓൺലൈനാണ് മീൻ വാങ്ങുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഫിഷ് ഒക്കെ ഡെലിവർ ആയി. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് ബിരിയാണി വെക്കാൻ തുടങ്ങാം. ഇത് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നിന്നാണ് ഞങ്ങൾ മീനൊക്കെ വാങ്ങിയത്. ഇതിപ്പോ ക്ലീൻ ചെയ്ത പ്രോൺസ് ആണ്, പക്ഷെ നമുക്ക് അതിനകത്ത് കുറച്ച് നൂല് വലിക്കാനുണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലീൻഡ് ആണ്. ഈ പ്രോൺസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എത്ര ക്ലീൻ ചെയ്താണെങ്കിലും ഇവിടെ ഒരു വര ഇതുണ്ടോ, ഈ കറുത്ത് കാണുന്ന സാധനം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് വൈറ്റ് ദിവസം വരും. അതുകൊണ്ട് ഞാനിവിടെ ഒരു വര ഇട്ടിട്ട് സാധനങ്ങൾ വലിച്ചെടുക്കുവാണ്. നൂല്, കറുത്ത നൂല് പൊഴിക്കുന്ന ഒരു സാധനമാണ്, ഇത് വലിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വരും. ഈ സാധനം അങ്ങനെ നമ്മൾ പ്രോൺസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെച്ച് നല്ല ഉപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കാം. കല്ലുപ്പാണ് ഇടുന്നത്. ഇപ്പൊ നമുക്കിവിടെ കല്ലുപ്പ് ഇല്ലാത്തത് നമ്മൾ സാധാരണ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാൻ പോവാം. നമ്മളിവിടെ പൊടിയുപ്പ് ഇട്ടാണ് കഴുകുന്നത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഇവിടെ ബിരിയാണി ഉണ്ടാവാൻ കുറച്ച് സമയമുള്ളൂ. അതെ, ഇത് നമ്മളിന്ന് പുറത്ത് മാർക്കറ്റിൽ പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പൊ എന്തായാലും ബിരിയാണി ആയി പറയാൻ 1.5 മണിക്കൂർ എടുക്കൂലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറിയൊരു ഇപ്പി ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ ഇപ്പി വേകുന്ന സമയത്ത് നമ്മൾ സൈഡിലോട്ട് ചായ വെച്ചു. കട്ടൻ ചായയും ഇപ്പി നല്ല കോമ്പിനേഷൻ ആണ്. ഞങ്ങൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പി ഇവിടെ റെഡിയായി. ഇനി കട്ടൻ ചായയും കൂട്ടി ഈ ഇപ്പി കഴിച്ചിട്ട് വേണം നമുക്ക് ബിരിയാണിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ. ഞങ്ങൾ അങ്ങനെ നൂഡിൽസും ചായ എല്ലാം കുടിച്ച് പിന്നെയും പ്രോൺസ് ബിരിയാണിക്കുള്ള പണി തുടങ്ങി കേട്ടോ. അതിനുള്ള ഉള്ളി അരിഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ വറക്കാനായിട്ടുള്ള എണ്ണ, നമ്മള് എണ്ണയല്ല ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ ബിരിയാണിക്കുള്ള ഉള്ളി വറക്കാൻ പോവാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു. അപ്പൊ നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഞാൻ ഇന്ന് ബിരിയാണിക്ക് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ട് ഞാനത് എടുക്കുവാണേ. നമ്മൾ ഉള്ളി വറുത്ത് കോരിയ അതേ ഓയിലിലേക്ക് തന്നെ നമ്മുടെ കപ്പലണ്ടിയും മുന്തിരിങ്ങയും നമ്മൾ വറുത്ത് കോരാൻ പോവാണേ. ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രോൺസിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിലേക്ക് കറുവപ്പട്ടയും പെരുംജീരകവും ഇടുവാണേ. നമ്മള് സവോളയും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നമ്മൾ മിക്സ് ആക്കി റെഡിയാക്കുവാണ്. ഞാനപ്പം ബിരിയാണിക്ക് ആവശ്യമായ മസാലകളൊക്കെ ഇട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഒത്തിരി മസാലകൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം പ്രോൺസ് ഒരു ടേസ്റ്റ് ഉണ്ട്, അത് പോകും. അതുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന കുറച്ച് ഉള്ളിയും കൂടി ഇടുവാണേ ഈ മസാലക്കിലേക്ക്. നമ്മുടെ മസാല ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് സമയം ലാഭിക്കാനായിട്ട് നമ്മുടെ റൈസ് ഇങ്ങോട്ടും വെക്കാന്ന് ഓർത്തു. അപ്പൊ അതിനുള്ള ഒനിയനും പിന്നെ അതുപോലെ നമ്മുടെ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാ റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ റൈസും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണെങ്കിൽ അരിക്കകത്ത് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു വിസിലടിച്ചാൽ റെഡിയാവും. ആ സമയത്ത് നമുക്ക് പ്രോൺസ് മസാലയിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ റൈസും അതുപോലെ തന്നെ പ്രോൺസും ഇവിടെ അടുപ്പത്തിരുന്ന് വേവുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ബിരിയാണിക്കുള്ള ചെറിയ സാലഡ് പ്രിപ്പറേഷനിലാണ്. സാലഡ് ഇല്ലാതെ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും. സാലഡും കൂടെ തട്ടിക്കൂട്ടുവാണ്. അപ്പൊ നമ്മുടെ മസാലയും റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദമ്മിടലാണ് അടുത്ത പരിപാടി. അപ്പൊ നമ്മുടെ ബിരിയാണിന്റെ ദമ്മിടുന്ന പരിപാടിയാണ്. ആദ്യം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ടു. പിന്നെ അതിന്റെ മണ്ടക്കോട്ട് ഒരു ലെയർ ആയിട്ട് ഇതാ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തത് ഇടുന്നുണ്ട്. അപ്പൊ ഇത് ഇട്ടതിന് ശേഷം പിടിച്ചിങ്ങനെ അമർത്തൊന്നും ചെയ്യല്ലോ കേട്ടോ. അതിപ്പോ അമർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. ആദ്യം നമ്മൾ ഒരു ലെയർ നമ്മുടെ റൈസ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പ്രോൺസ് നല്ല അടിപൊളി സെറ്റ് ആയിരിക്കുന്ന പ്രോൺസ് ഇട്ടുവാണ്. ഇനിയിപ്പം നമ്മൾ നന്നായി വരട്ടി എടുത്തിരിക്കുന്ന നമ്മുടെ പ്രോൺസിന്റെ റോസ്റ്റ് മസാലയാക്കിയിട്ട് നമ്മൾ ഇടുവാണ്. വെന്തിട്ടുണ്ട് കേട്ടോ, പ്രോൺസ് നന്നായിട്ട് വെന്തിട്ടൊക്കെയുണ്ട്. പ്രോൺസ് കറക്റ്റ് വേവാണ്. കൂടുതൽ വെന്ത് പോയാൽ പ്രോൺസ് ഒരുമാതിരി എലാസ്റ്റിക് പോലെ ഇരിക്കും, പക്ഷെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി ലെയർ ആക്കി വെച്ചിരിക്കുന്ന ബിരിയാണി ഇപ്പം എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ദമ്മിടാൻ പോവാണ്.
അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് ചെറിയൊരു ഫ്ലെയിമിലേക്ക് ആവി വെക്കുന്നു. ആ ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ദമ്മിടാൻ വെക്കുന്നത്. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നിന്ന് ആവി കയറണം. നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പൊ നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതപ്പോ നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ആക്കി ഇനിയിപ്പം നമുക്ക് വിളമ്പി നമുക്ക് കഴിക്കാം. നമുക്കിത് ദമ്മ് പൊട്ടിച്ച് സെർവ് ചെയ്യാവേ. ദമ്മ് പൊട്ടിക്കുവാണ്. നല്ല നെയ്യുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മളിന്ന് ബിരിയാണി കഴിക്കുന്ന വാഴയിലക്കകത്താണ്. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാഴയില നല്ല വൃത്തിക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതിനകത്തോട് സെർവ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ സർലാസും കൂടി ഇടാവേ. അപ്പൊ നമ്മുടെ സർലാസും അച്ചാറും ഇട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല പ്രോൺസ് ബിരിയാണി. അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ സാലഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പ്രോൺസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ പ്രോൺസും പിന്നെ കുറച്ച് നമ്മുടെ അച്ചാറും, നാരങ്ങ അച്ചാറും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോൺസ് ബിരിയാണി. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതാ കഴിക്കുന്നു. ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് നല്ല പ്രോൺസ് ഒക്കെ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി വീഡിയോ എടുത്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതെ, അപ്പൊ ഞങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ബൈ. ബൈ.